സെക്യൂരിറ്റി കൂട്ടിയിട്ട് കാര്യമില്ല. സെക്യൂരിറ്റി ആർക്കും ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ആ ഇൻസിഡൻറ്റിൽ ബാക്കപ്പിൻ്റെ പ്രാധാന്യം ഷറഫ് അന്ന് പോയിട്ട് ഞാൻ അത് വിളിച്ച ഷറഫിനോട് പറഞ്ഞു ഇമ്മീഡിയറ്റ് എനിക്ക് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു ഷറഫിനെ വിട്ടത്. ഷറഫ് അവിടെ പോയിട്ട് സൊല്യൂഷൻ കൊടുത്തു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര രൂപ അവർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ആദ്യം ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഹൗസ് IT ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഹൗസ് IT യുടെ പ്രോബ്ലം എന്താ? അവർക്ക് ഈ ഡാറ്റയുടെ പ്രൊജക്റ്റ് അറിയില്ല. കാരണം അവരൊന്നും ഡെയിലി ബേസിസിൽ ഇതിനൊന്നും ഫേസ് ചെയ്യുന്നില്ല. ഷറഫ് അന്ന് പോയപ്പോൾ കണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ബേസിക്കലി അവരവിടെ ഒരു പുറത്തുള്ളൊരു കമ്പനീനെ ഒരു MC കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ സോഫ്റ്റ്വെയർ മാത്രമായിട്ട്. പക്ഷെ അവരത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാനായിട്ട് അവിടെ ആരില്ല. പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് സേവ് ചെയ്തത് അവിടെ ഒരു ബാക്കപ്പ് റണ്ണിങ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ IT തന്നെ ചുമ്മാ തുടങ്ങി വെച്ച ഒരു ബാക്കപ്പ് ആയിരുന്നു. പക്ഷെ പുള്ളി അത് നോക്കാറൊന്നുമില്ല. പക്ഷെ അതിനാണ് ഭാഗ്യത്തിന് കിട്ടിയത്. പക്ഷെ അത് ഓൾമോസ്റ്റ് ഡൺ ആയിരുന്നു. പോയി എന്നുള്ള ഇതിലാണ് നിന്നിരുന്നത്. പക്ഷെ നമ്മളത് റിക്കവർ ചെയ്ത് കൊടുത്തു. അവരുടെ ബാക്കപ്പ് റിക്കവർ ചെയ്ത് കൊടുത്ത് റീസ്റ്റോർ ചെയ്തു. ഡാറ്റ എല്ലാം സേഫായി. പിന്നെ അവർ നമ്മളെ മീറ്റിംഗിൽ വിളിച്ചിട്ട് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു സെക്യൂരിറ്റി കൂട്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി കൂട്ടിയിട്ട് കാര്യമില്ല. സെക്യൂരിറ്റി ആർക്കും ബ്രേക്ക് ചെയ്യാം. അതൊരു 90% മാക്സിമം നമുക്ക് പറയാം. 10% ഇറ്റ്സ് ഓൾവേസ് ദേ ആർ ട്രൈങ് ടു അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ അവർ പുതിയ പുതിയ ഓപ്ഷൻസ് കണ്ടുകൊണ്ടിരിക്കും. അത് എങ്ങനെയെങ്കിലും പെനിട്രേറ്റ് അവർ അകത്ത് കയറും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ബാക്കപ്പ് എടുക്കാം. മൾട്ടിപ്പിൾ ബാക്കപ്പ്, ഇൻഹൗസ് ബാക്കപ്പ്, ഓഫ് സൈറ്റ് ബാക്കപ്പ്. അപ്പോൾ ഇൻഹൗസ് ബാക്കപ്പ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ അവർക്ക് ഈ സെർവറിൽ നമ്മൾ 2 ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ അവരോട് പ്രപ്പോസ് ചെയ്തത്. അവർ വെച്ച് 2 ഹാർഡ് ഡിസ്ക് എന്തിനാണ് വെച്ച് 2 ഹാർഡ് ഡിസ്കിന് ഒന്ന് റിഡൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഹാർഡ്വെയർ ഫെയിലിയർ ഉണ്ടെങ്കിൽ ബാക്കപ്പ് എന്താണെന്നുള്ള ആളുകൾക്കും ഈ റിഡൻഡൻസി എന്താണെന്നുള്ള ആളുകൾക്ക് അറിയില്ല. റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് ഓപ്പറേഷനെ ബാധിക്കാതിരിക്കാൻ സ്റ്റാൻഡ് ബൈ നിൽക്കുന്നതാണ്. അതായത് ഹാർഡ്വെയർ ഫെയിലിയർ ഹാർഡ് ഡിസ്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അടുത്ത ഹാർഡ് ഡിസ്ക് ചാർജ് എടുത്ത് വർക്കൗട്ട് ആവും. പക്ഷേ ബാക്കപ്പ് അതല്ല. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ഡാറ്റ ഇസ് ടേക്കിംഗ് ബാക്കപ്പ് എവറി ഡേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഫോർ എക്സാമ്പിൾ ചെറിയ എക്സാമ്പിൾ പറയുന്നത് ഒരു എക്സൽ ഫയൽ നമുക്കിന്ന് കറപ്ഷൻ വന്നു. അപ്പോൾ ഇന്നലത്തെ ബാക്കപ്പിൽ അതിൻ്റെ റൈറ്റ് വേർഷൻ ഉണ്ട്. കറക്റ്റ്. നമുക്ക് റീസ്റ്റോർ ചെയ്യാം. പക്ഷേ റിട്ടർഡൻസി അതല്ല. റിട്ടർഡൻസി ഫെയിൽ ആയി കഴിഞ്ഞാൽ നിലവിലുള്ള സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ്. കറക്റ്റ് ആണ്. ഇത് ഇപ്പോൾ ഇനി അടുത്ത് പറയുമ്പോൾ നമുക്ക് ഓഫ് സൈറ്റ് ബാക്കപ്പാണ്. ഓഫ് സൈറ്റ് ബാക്കപ്പിൻ്റെ പ്രാധാന്യം എന്താ? ഇൻ കേസ് ഓഫ് ദ ഫയർ, ഓക്കെ, വാട്ടർ ലീക്കേജ് ഇൻ ദ ഡാറ്റാ സെൻറ്റർ, നമുക്ക് ഒരു ഡിസാസ്റ്റർ റിക്കവറിയുടെ ഒരു വെർഷനാണ് നമ്മൾ നമ്മുടെ ഒരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് സൊല്യൂഷൻ ഒരു ബാക്കപ്പ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇത്രയും ഡാറ്റ ഈ 3 ലെയറിൽ നമ്മൾ ഡാറ്റ സെക്യൂർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇൻ കേസ് ഓഫ് എനി ഡിസാസ്റ്റർ യു വിൽ ബി ഇൻ ട്രബിൾ. അപ്പോൾ